ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലൈംഗിക പീഡന പരാതിയെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി ഇടവേള ബാബുവിന്റെ അമ്മയിൽ അംഗത്വം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നായിരുന്നു, ലൈംഗിക പീഡനം നടത്തിയെന്നായിരുന്നു പരാതി. ഇപ്പോഴിതാ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചോ? ഇനി പരിശോധനകൾക്കായി, വൈദ്യപരിശോധനയ്ക്കായാണോ അദ്ദേഹത്തെ കൊണ്ടുപോവുക? എന്താണ് വിശദാംശം? ലൈംഗിക പീഡന കേസിൽ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം ജാമ്യ നടപടികളും പൂർത്തിയാക്കി. ഇപ്പോൾ ഇടവേള ബാബുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇടവേള ബാബുവിന്റെ ലൈംഗിക ശേഷി പരിശോധന നടത്തേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇടവേള ബാബുവിനെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ ഈ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അത് നടന്നു എന്നുള്ളതാണ് ഇടവേള ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോപണങ്ങൾ നിഷേധിച്ചു എന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ വലിയ പ്രതികരിക്കാൻ ഇടവേള ബാബു തയ്യാറായിട്ടില്ല. രാവിലെ 10 മിനിറ്റോടുകൂടി അഭിഭാഷകരോടൊപ്പമായിരുന്നു ഇടവേള ബാബു അന്വേഷണ മുമ്പാകെ ഹാജരായത്. ആലുവ സ്വദേശിയായ നടിയാണ് ഇടവേള ബാബുവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം, പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.